സിനിമ പോയി ചെയ്യും വരുന്നല്ലാതെ ഒരു പ്രാവശ്യം ഒരു ദിവസം ആ ഒരു ആർട്ടിസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കി ഭവിഷ്യത്തുകളെ കുറിച്ചൊന്നും എനിക്ക് അത്ര ഇതില്ല. ഒന്ന് പോവുക വരിക അഭിനയിക്കുക അത്രയൊക്കെ ഉള്ളൂ. അപ്പം അങ്ങനെ കഴിഞ്ഞു. ഞാൻ ഈ സിനിമ റിലീസായപ്പോൾ അത് അങ്ങനെ ഓടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ടി വിയിൽ വന്നപ്പോഴാണ് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടമായതൊക്കെ, ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രം. പക്ഷെ എനിക്ക് അമ്പിളിച്ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ അമ്പിളിച്ചേട്ടൻ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, ഓൺ ദ സ്പോട്ടിലായിരിക്കും വരണേ. റിഹേഴ്സലിലൊന്നും ഇത് വരാത്തതായിരിക്കും ചിലപ്പോൾ ടേക്കിൽ വരുന്നത്, എന്തും പ്രതീക്ഷിച്ചിട്ടുള്ള നമ്മൾ. അദ്ദേഹം തന്നെയാ സ്ക്രിപ്റ്റ് പോലെ ഇടുന്നത്, അല്ല പിന്നെ സ്ക്രിപ്റ്റ് നോക്കി അത് നന്നാക്കാം. സ്ക്രിപ്റ്റിനകത്ത് ഉള്ളത് എഴുതും. അതിനെങ്ങനെ കൂട്ടത്തില് നന്നാക്കാം? നമ്മുടെ തപ്പ അങ്ങനെ പറയില്ല, അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും സാധനം കൂടെ ഇട്ടിട്ടങ്ങ് ഫില്ല് ചെയ്യും. അപ്പൊ അത് കൂടുതൽ നന്നാവും. നമുക്കറിയത്തില്ല, അദ്ദേഹത്തിന് നന്നാവും, നമ്മളാ കുഴപ്പത്തിലാവും. എനിക്ക് പേര് അമ്പിളിച്ചേട്ടനായതാണ് എനിക്ക് കൂടുതലും നമുക്ക് സേഫാണ്. അതെങ്ങനെ അങ്ങനെ ഫീൽ ചെയ്യാൻ കാര്യം? അപ്പൊ കാരണം ഞാനിപ്പോ അതിലിപ്പോ എന്നെ പിടിച്ച് പുറത്താക്കുന്നുണ്ട്, പുറത്തേക്ക് ഇട്ട് തലേണയും പായൊക്കെ വലിച്ചെറിഞ്ഞിട്ട് കടന്നു പൊടിയെന്ന് പറയുന്നത്. പക്ഷെ റിഹേഴ്സലിലൊക്കെ അങ്ങനെയായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്നെ തള്ളിയിട്ട് ഞാൻ തൂണിൽ ഇങ്ങനെ വന്ന് ചെയ്യുന്നപ്പോൾ അമ്പിളിച്ചേട്ടൻ പറയും പൊടി ബ്രിട്ടീഷുകാരി എന്ന് വിളിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിലേക്ക് ബ്രിട്ടീഷുകാരിയൊക്കെ ആ സമയത്ത് വന്നതാണ് അമ്പിളിച്ചേട്ടൻ. എനിക്കങ്ങോട്ട് ചിരിയാണ്, സത്യത്തിൽ ഞാൻ ചിരിക്കാണ് ചെയ്തത്, അറിയല്ല. ഷോൾഡർ ഉണ്ടാവും എനിക്ക് കരയാണ്. ഇംഗ്ലീഷ് പറയുന്നല്ലേ നീ പൊടി ബ്രിട്ടീഷുകാരി.